കുറച്ച് വിവരങ്ങളും അപസ്മാര രോഗം ഉള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയും നമുക്ക് നോക്കാം. ആദ്യമായി എന്താണ് എപ്പിലെപ്സി? പുരാതന കാലം മുതലേ എപ്പിലെപ്സിയെ പറ്റി പലതരം അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. ബാധകേറിയതാണ്, പ്രേതം ബാധിച്ചാണ് എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തലച്ചോറിൽ സംഭവിക്കുന്ന അസാധാരണമായ തരംഗപ്രവാഹമാണ് എപ്പിലെപ്സി ആയി പുറത്തു കാണുന്നത്. അടുത്തതായി എന്താണ് ഈ എപ്പിലെപ്സിക്കുള്ള കാരണങ്ങൾ? നമുക്ക് വിവിധ പ്രായത്തിലുള്ള ആൾക്കാരെ എടുത്തു നോക്കിയാൽ, ഉദാഹരണത്തിന് കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെയുള്ള ഏജ് ഗ്രൂപ്പ് എടുത്തു നോക്കിയാൽ, പ്രായപരിധിയുള്ളവർ എടുത്തു നോക്കിയാൽ ഒട്ടനവധി കാരണങ്ങൾ കാരണം അപസ്മാരം വരാം. ഉദാഹരണത്തിന് പറഞ്ഞാൽ നവജാത ശിശുക്കളിൽ ജനിക്കുന്ന സമയത്ത് ഓക്സിജൻ എത്താത്തത് മൂലം അപസ്മാര ലക്ഷണങ്ങൾ വരാം. പിന്നീട് അത് കഴിഞ്ഞുള്ള സമയത്ത് കുട്ടികളിൽ കാണുന്ന പനി വരുമ്പോഴുള്ള അപസ്മാരം, കുട്ടികളിലും മുതിർന്നവരിലും യങ് ആയിട്ടുള്ള ആൾക്കാരും ചെറുപ്പക്കാരിലും കാണുന്ന ജനിതകമായി വരുന്ന തരത്തിലുള്ള അപസ്മാരങ്ങൾ, പിന്നീട് മുതിർന്നവരിൽ കാണുന്ന തലച്ചോറിൽ ബാധിക്കുന്ന ഇൻഫെക്ഷനുകൾ, ട്യൂമറുകൾ, മുഴകൾ പോലുള്ള അവസ്ഥകൾ, തലച്ചോറിൽ പരിക്കുകൾ ഏൽക്കുന്നത് മൂലം ഉണ്ടാകുന്ന അപസ്മാരങ്ങൾ, ഇങ്ങനെ പിന്നീട് പ്രായമായവരിൽ സ്ട്രോക്ക് മൂലം, ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ മൂലം നമുക്ക് അപസ്മാര ലക്ഷണങ്ങൾ വരാറുണ്ട്.